ഞാൻ യാദൃശ്ചികമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ കണ്ട് സാറിന്റെ പരിപാടി ആദ്യം കണ്ടപ്പോൾ ഞാൻ എനിക്ക് അതിനകത്ത് ഒരു ആകർഷണം തോന്നിയെന്ന് പറഞ്ഞിട്ട് സാറ് പറയുന്ന വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് അപ്പൊ അത് കൂടുതൽ കേൾക്കാൻ താല്പര്യം. അപ്പൊ ഞാനത് തുടർച്ചയായിട്ട് കേൾക്കാറുണ്ട്. പിന്നെ പിന്നെ വന്നപ്പോ യൂട്യൂബ് ചാനലിൽ ഒന്നും വേറൊന്നും കേൾക്കാറില്ല. സാറിന്റെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായി ഇപ്പൊ കേൾക്കുന്നത് സാറിന്റെ പരിപാടിയാണ്. അങ്ങനെ വന്ന് റിച്ച് മൈൻഡ് സെറ്റിൽ പങ്കെടുത്തു. അതിനെനിക്ക് വലിയ താല്പര്യം തോന്നി. അങ്ങനെയാണ് ട്രഷറിലെ ചേർന്ന് ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ് ആയപ്പോ നേരത്തെ പറയാനാണെങ്കിൽ നിസ്കാരത്തില് ഒരു ഹൗഫില്ലായ്മ എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്ത പലതേക്കും കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ കാര്യത്തിലെ കുറിച്ച് ശ്രദ്ധ കോൺസെൻട്രേഷൻ കിട്ടാതെ അത് ഇതിന്റെ ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ തന്നെ വളരെ മാറ്റം ആ കാര്യത്തിലുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ശാരീരികമായി ഉള്ള പല അസുഖങ്ങളും ഞാനിപ്പോ രാവിലെ മുതൽ ഇത്ര നേരം ഇവിടെ നിന്നിരുന്നു. ഞാനിപ്പോ ഒരു 3 മാസമായിട്ട് കാലിനായിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഷുഗറുണ്ട്. കടയിൽ പോയാൽ തന്നെ ഉച്ചവരെ ഇരിക്കുമ്പോൾ തന്നെ കാലങ്ങ് നീര് വെച്ച് കുറിച്ചാൽ പിന്നെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത്ര നേരം ഇരുന്നിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇതിൽ നിന്നാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പലരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് വളരെ എഫക്റ്റീവാണ്. പക്ഷെ ഞാൻ തുടർച്ചയായിട്ട് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പഠിച്ചവൻ കരീം സാറിനെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയാക്കി അനുഗ്രഹിക്കട്ടെ. നന്ദി.